അള്ളാഹുവിൻ്റെ 99 പേരുകൾ. ഈ 99 പേരുകൾ ഇത് പറയാൻ നമുക്ക് വുളു വേണ്ട, നമുക്ക് ശരീരത്തിന് ശുദ്ധി വേണ്ട, ഏത് സമയത്തും പറയാം. നിസ്കാരമുള്ളവർക്കും ഇല്ലാത്തവർക്കും എപ്പോഴും പറയാൻ പറ്റിയ ഒരു അമലാണ് അള്ളാഹുവിൻ്റെ 99 പേര്. പക്ഷെ പറയുന്ന സമയത്ത് ഖിബിലക്ക് മുന്നിട്ട് നമ്മൾ നല്ല ഭക്തിയോടുകൂടി തഖ്വയോടുകൂടി ഉദുവോടുകൂടി പറഞ്ഞാൽ ഓരോ ഇസ്മും പറയുന്ന സമയത്ത് എന്താണോ നേട്ടം അത് നമുക്ക് വേഗത്തിൽ കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ നിന്നും നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്ത ഒരു 7 പേരുകൾ നമുക്കിന്ന് പഠിക്കാം. അള്ളാഹുവിൻ്റെ ഈ 7 ഇസ്മുകൾ അത് പറഞ്ഞാൽ കിട്ടുന്ന നിരവധി പ്രതിഫലങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ 7 ഇസ്മുകൾ, എന്തൊക്കെയാണ് ആ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ, വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. നിരവധി ആളുകൾ പറയുന്ന പരാതി, ഇപ്പോൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ എത്രയോ ഉമ്മമാരാണ്, എത്രയോ സഹോദരന്മാരാണ് എഴുതുന്ന കമൻറ്റ്, ഉസ്താദേ എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകുടി മാറാൻ, എൻ്റെ ഭർത്താവ് നിസ്കരിക്കുന്നില്ല നിസ്കാരമുള്ളവനായി മാറാൻ, എൻ്റെ ഭർത്താവ് ഞങ്ങൾക്ക് ചെലവിന് തരുന്നില്ല, അതേപോലെ ദുസ്വഭാവമാണ്, ചീത്ത കൂട്ടുകെട്ടുകളാണ്, അല്ലെങ്കിൽ മദ്യപാനമാണ്, പുകവലിയാണ് എന്നൊക്കെ പറഞ്ഞ് എത്രയോ സഹോദരിമാരാൻ വലിയ പ്രയാസം പറയുന്നത്. അത് അവർക്ക് അവരുടെ ഭർത്താവിനോട് ദേഷ്യമുണ്ടായിട്ടല്ല. അങ്ങനെയെങ്കിലും ഉസ്താദേ നിങ്ങളൊന്ന് ദ്വാരന്ന് ഭർത്താവിൻ്റെ സ്വഭാവം ഒന്ന് മാറാൻ പ്രത്യേകം ദ്വാരക്കണം, ആ ദ്വാ വസിയത്താണ്, അല്ലാതെ അവരുടെ ഭർത്താവിനെ മോശപ്പെടുത്തണം എന്നുള്ള ആ ഒരു രീതിയിലല്ല അവർ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അങ്ങനെയൊക്കെ പ്രതിസന്ധിയിലായ ഒരുപാട് സഹോദരിമാരുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്ക് ഞാനൊരു ഇസ്മ പറഞ്ഞു തരാം. ഈ ഇസ്മ പറഞ്ഞിട്ട് തേനിൽ മന്ത്രിച്ച് ആ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ആരുടെ സ്വഭാവമാണോ നന്നാവേണ്ടത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 17 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കതിൻ്റെ ഫലം കാണാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ വകയായി പറയുന്നതല്ല, ആരാണിത് പറയുന്നത് എന്നൊക്കെ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ 7 ഇസ്മുകൾ മറക്കണ്ട. ആ ഇസ്മുകൾ ഏതൊക്കെയാണ്, അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, നമ്മുടെ വീഡിയോകൾക്ക് താഴെ, അതായത് ഒരു സൂറത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ പറഞ്ഞിരുന്നു. ഒരു സൂറത്ത്, ആ സൂറത്തിൻ്റെ ശ്രേഷ്ഠത, ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ പറഞ്ഞു. അതിൻ്റെ താഴെ ഒരു സഹോദരി എഴുതിയ ഒരു കമൻറ്റ്, ഉസ്താദേ ഈ സൂറത്ത് എനിക്ക് ഓതണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ നിസ്കാരമില്ലാത്ത സമയമായതുകൊണ്ട് ഇത് ഓതാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ സമയത്തും, അതായത് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ഒരു സൂറത്തിൻ്റെ ശ്രേഷ്ഠത പറയുമ്പോൾ അതൊന്ന് ഓതണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടാകും, പക്ഷെ ഓതാൻ പറ്റില്ല. കാരണം എന്താണ്? നിസ്കാരമില്ലാത്ത സമയമായിരിക്കും. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു സമയത്തെങ്കിലും ചെയ്യാൻ പറ്റിയ മറ്റ് അമലുകളുണ്ടോ എന്ന് ചോദിച്ചു. അതായത് നിസ്കാരമില്ലാത്തപ്പോഴും ചെയ്യാൻ പറ്റിയ അമൽ അതുണ്ടെങ്കിൽ പറയ് എന്നാണ് ആ സഹോദരി ഉദ്ദേശിച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് നിസ്കാരമുള്ളവർക്കും നിസ്കാരമില്ലാത്തവർക്കും വുദു ഉള്ളവർക്കും വുദു ഇല്ലാത്തവർക്കും, അതുപോലെ തന്നെ ശരീരത്തിൽ നജസ് ഉണ്ടാവട്ടെ നജസ് ഇല്ലാതിരിക്കട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ കുട്ടിയാവട്ടെ വലിയവരാവട്ടെ, എല്ലാവർക്കും ഒരേപോലെ പറയാൻ പറ്റിയ, പറഞ്ഞാൽ വലിയ പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമലായ അള്ളാഹുവിൻ്റെ 99 പേര് അസ്മാ ഉൽ ഹുസ്ന, ആ പേരുകളിൽ നിന്നും കുറച്ച് പേരുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പേരുകൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ്, അതെന്തിനു വേണ്ടിയാണ് നമ്മൾ പറയേണ്ടത് എന്ന ചുരുങ്ങിയ കാര്യം വളരെ വിശദമായി ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരിൽ നിരവധി പേര് അസ്മാ ഉൽ ഹുസ്ന കാണാതെ അറിയാവുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ 99 പേരും കാണാതെ അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതണേ. ഉസ്താദേ എനിക്കറിയാം എന്നൊന്ന് വെറുതെ എഴുതിയാൽ മതി. കാരണം നമുക്ക് എത്രത്തോളം ഉണ്ട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെന്നും ഒന്ന് അറിയാൻ വേണ്ടിയാണ്. എത്ര പേർക്ക് അറിയാമെന്ന് ഒന്ന് കമൻറ്റായി എഴുതണം. പല ഉമ്മമാരും പറയും ഞങ്ങൾക്ക് കമൻറ്റൊന്നും എഴുതാൻ അറിയില്ല, ഉസ്താദിൻ്റെ വീഡിയോ കാണുന്നുണ്ട് കമൻറ്റൊന്നും എഴുതാൻ അറിയില്ല. വേണ്ട, നിങ്ങൾ പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തുക. കമൻറ്റ് എഴുതാൻ അറിയുന്നവർ ഒന്ന് എഴുതിയേക്കുക, അസ്മാ ഉൽ ഹുസ്ന നിങ്ങൾക്ക് മുഴുവൻ കാണാതെ അറിയാമോ? ഈ അള്ളാഹുവിൻ്റെ 99 പേരിൽ ഏത് പേരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പറയാൻ എളുപ്പം, എപ്പോഴും മനസ്സിൽ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായി നിങ്ങൾ പറയുന്നത് ഏത് പേരാണ് എന്നുകൂടി ഒന്ന് കമൻറ്റായി എഴുതിയാൽ നമുക്കത് വായിക്കാനും പിന്നെ അതിൻ്റെ നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനും നമുക്കത് കാരണമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ നിന്നും ഒരു 7 പേര്, അള്ളാഹുവിൻ്റെ 7 ഇസ്മുകൾ, ആ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണെന്നും അത് പറഞ്ഞാൽ എന്തൊക്കെ പ്രതിഫലങ്ങളാണെന്നും ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ പറയട്ടെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് മറന്നു പോകരുത് ഉമ്മമാരെ. ആദരവായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഖലഖല്ലാഹു തആല, പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുണ്ട് മലക്കൻ, ഒരു മലക്കിനെ. എന്താ ആ മലക്കിൻ്റെ പ്രത്യേകത? 1000 തലകളുള്ള ഒരു മലക്കാണ്. 1000 തലകൾ, 1 2 3 എന്ന് പറയും, 1000 തലകളുള്ള ഒരു മലക്ക്. ഓരോ തലയിലും 1000 മുഖങ്ങളുണ്ട്. ഒരു തലയിൽ 1000 മുഖം, മൊത്തം 1000 തലകൾ. ഒരു തലയിൽ 1000 മുഖമുണ്ട്. ഓരോ തലയിലും 1000 മുഖമുണ്ട്. ആ ഓരോ മുഖത്തിലും 1000 നാവുകളുണ്ട്. ആ നാവുകൾ കൊണ്ട് സദാസമയം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന ഒരു മലക്കിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവോ? അതെന്തു രൂപമാ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. കാരണം ഇത് പറഞ്ഞത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി ഏതായാലും നുണ പറയില്ലല്ലോ, കളവ് പറയില്ലല്ലോ. അതുകൊണ്ട് ഇത് ഉറപ്പാണ്, ഇത് സംഭവം ഉള്ളതാണ്. അതുകൊണ്ട് വിശ്വസിച്ചേ മതിയാകൂ. അപ്പോൾ 1000 തലകളുള്ള ഒരു മലക്കുണ്ട്. ഓരോ തലയിലും 1000 മുഖങ്ങളുണ്ട്. ഓരോ മുഖത്തിലും 1000 നാവുകളുണ്ട്. ആ നാവുകൾ കൊണ്ട് സദാസമയം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നൊരു മലക്കുണ്ട്. ആ മലക്കിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിക്കുന്നൊരു സന്ദർഭമുണ്ട്. ആ സമയത്ത് അള്ളാഹ് പറയുകയാണ്, ഉണ്ട് ജിബ്രീൽ, ഉണ്ട്. ഈ മലക്കിനേക്കാൾ ശ്രേഷ്ഠതയുള്ള അടിമകൾ എൻ്റെ കൂട്ടത്തിലുണ്ട്. അവരാരെന്നറിയോ? എല്ലാ ദിവസവും എല്ലാ ദിവസവും എൻ്റെ പേര് അസ്മാഉൽ ഹുസ്ന, എൻ്റെ 99 പേരുകൾ അല്ലെങ്കിൽ എൻ്റെ പേരുകൾ അവർ ഉരുവിടുന്നതാണ്, അവർ നാവ് കൊണ്ട് പറയുന്നതാണ്. എല്ലാ ദിവസവും ഈ അസ്മാഉൽ ഹുസ്ന 99 പേര് കാണാതെ അറിയാവുന്നവർ അങ്ങനെ, അല്ലെങ്കിൽ കണ്ടോ അല്ലെങ്കിൽ അറിയാവുന്ന ഇസ്മുകൾ, നമ്മൾ ഇനി പറയാൻ പോകുന്ന 7 ഇസ്മുകളുണ്ട്. 7 പേരുകൾ, ഈ 7 പേരുകൾ ആവർത്തിച്ച് വെറുതെ ഒന്ന് പറഞ്ഞാലും മതി. ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ ശ്രേഷ്ഠത ഉണ്ടാകും. ആ മലക്കിനെ പോലെ അല്ലെങ്കിൽ ആ മലക്കിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്നവരായി നമ്മൾ മാറും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒന്ന് പഠിച്ചാലോ? അല്ലാഹുവിൻ്റെ 99 പേരുണ്ട്. യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്. ഇങ്ങനെ തുടങ്ങി 99 പേര്. ആ 99 പേരിൽ ഒരു പേര്, അള്ളാഹുവിൻ്റെ ആ ഒരു ഇസ്മു നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കളായി ആരെല്ലാം ഉണ്ടോ, അത് ജനങ്ങളിൽ നിന്നുള്ള ശത്രുവാവട്ടെ അല്ലെങ്കിൽ പിശാചിൽ നിന്നുള്ള ശത്രുവാവട്ടെ, പൈശാചിക ശത്രുവുണ്ട്, ആ 2 രൂപത്തിലുള്ള ശത്രുക്കളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവൽ കിട്ടുന്നതാ ഈ ഇസ്മു പറഞ്ഞാൽ. എപ്പോൾ? നമസ്കാരങ്ങൾക്ക് ശേഷം. ഈ 7 ഇസ്മുകളും നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 3 പ്രാവശ്യം വീതം പറഞ്ഞാൽ മതി. 7 ഇസ്മുകൾ എല്ലാ നിസ്കാര ശേഷവും അല്ലെങ്കിൽ പറ്റുന്നത് പോലെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഈ 7 ഇസ്മും മറക്കാതെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കാണാതെ പഠിച്ചിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽ ഇനി പറയാൻ പോകുന്ന ആദ്യത്തെ 1-ാമത്തെ ഇസ്മ, അത് പറഞ്ഞാൽ കിട്ടുന്നത് നമ്മുടെ ശത്രുക്കൾ പരാജയപ്പെട്ടു പോകും. നമ്മൾ അറിയാതെ നമ്മുടെ ശത്രുക്കൾ പരാജയപ്പെട്ടു പോകും. പിന്നെയോ മറ്റൊരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാനം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സംസാരം, നമ്മുടെ അനുഗ്രഹങ്ങൾ, ഇതിനോടെല്ലാം അസൂയയുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താനും നമ്മളോട് അസൂയ വെക്കുന്നവരുടെ അസൂയ തൊട്ടുള്ള കാവൽ കിട്ടാനും, സിഹർ കണ്ണേറിനെ തൊട്ടുള്ള രക്ഷ കിട്ടാനും, കരുനാക്ക് പേടിയെ തൊട്ടുള്ള രക്ഷ കിട്ടാനും, ജീവിതത്തിൽ ഖൈറുണ്ടാവാനും, കൊല്ലണം, വെട്ടണം, നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പുറകെ കൂടുന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാം നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെയെല്ലാം
ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് പറ്റിയ ഒരു ഇസ്മാണ് ഏത്? യാ ജബ്ബാറു യാ അല്ലാഹ് എന്ന് പറഞ്ഞേ. യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്. പരമാധികാരമുള്ളവനെ, അല്ലാഹുവിനാണ് എല്ലാ അധികാരവും. എല്ലാം അള്ളാഹുവിന്. അള്ളാഹ്ക്ക് ജനങ്ങൾക്കല്ല, അത് പിശാചിനല്ല, ജിന്നുകൾക്കല്ല, മലക്കുകൾക്കല്ല, എല്ലാ അധികാരവും അള്ളാഹുവിനാണ്. അപ്പോൾ ഈ ഒരു ഇസ്മ നമുക്ക് നിസ്കാരങ്ങൾക്ക് ശേഷം 3 പ്രാവശ്യം വീതം പറയാം, അല്ലെങ്കിൽ 306, 106, 66, 16 പ്രാവശ്യം നമുക്കിത് പറയാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഇസ്മ യാ ജബ്ബാറു യാ അല്ലാഹ്, അത് മാറ്റി. രണ്ടാമത്തെ ഒരു ഇസ്മ പറയാൻ പോകുന്നു. കടം കൊണ്ട് വലഞ്ഞവരുണ്ടോ? കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ചു കിട്ടുന്നില്ല, അങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ടോ? വീട് പണി തുടങ്ങിയിട്ടുണ്ട്, എളുപ്പത്തിലാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? കിട്ടുന്ന പൈസ എങ്ങനെയാണ് പോകുന്നതെന്നറിയില്ല, സമ്പത്ത് ഒരു ബറക്കത്തില്ലായ്മയാണ്, സമാധാനമില്ല, അതുപോലെ മക്കളില്ല, മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, മനപ്രയാസമാണ്, ബിസിനസ് നഷ്ടമാണ്, ഗൾഫിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിലൊക്കെ ഖൈറുണ്ടാവണം, പുതിയ കട, പുതിയ വാഹനം, അങ്ങനെ നിരവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ? പഠിച്ചു വെച്ചോ. രണ്ടാമത്തെ ഇസ്മ യാ ഖാലിഖു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്. സൃഷ്ടാവായ അല്ലാഹ്, എന്നെ സൃഷ്ടിച്ച റബ്ബേ, എനിക്ക് നൽകിയിട്ടുള്ള പ്രശ്നങ്ങളും നീയാണ് സൃഷ്ടിച്ചത്, അല്ലാഹു എൻ്റെ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാഹ് എന്ന് ദുആയോടെ യാ ഖാലിഖു യാ അല്ലാഹ് എന്ന ഇസ്മ നമുക്ക് പറ്റുന്നതുപോലെ, എണ്ണം പറയുന്നില്ല, പറ്റുന്ന 21 എങ്കിൽ 21, അതാണ് എണ്ണം പറയുന്ന മഹത്തുക്കൾ. അപ്പോൾ ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, ഏത് സമയത്ത് നമുക്ക് പറയാം. ഈ ഒരു ഇസ്മ യാ ഖാലിഖു യാ അല്ലാഹ് 21 പ്രാവശ്യം. ഇനിയോ മറ്റൊരു ഇസ്മാണ് ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കള്ള്, കഞ്ചാവ്, ലഹരി, അതുപോലെ തന്നെ മറ്റ് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, മക്കൾ ഇതുപോലത്തെ പ്രശ്നത്തിൽ പെട്ടുപോയി, പിന്നെ ഭാര്യയുടെ ദുസ്വഭാവം, ഭാര്യയും ഉമ്മയും തമ്മിൽ വഴക്ക്, മക്കൾ തമ്മിൽ വഴക്ക്, ഉമ്മ വാപ്പ തമ്മിൽ വഴക്ക്, ഇങ്ങനെ വഴക്കും പ്രശ്നവും സങ്കടവും ഒക്കെയായി കണ്ണീര് കുടിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ, നമ്മുടെ അയൽവാസിയിലൊക്കെ എത്രയോ ഉമ്മമാരാ വലിയ സങ്കടത്തിലാണ് ഭർത്താവിൻ്റെ ദുസ്വഭാവം. എത്രയോ ഉമ്മമാർ കമന്റിലൊക്കെ എഴുതുന്നുണ്ട് ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ, അവരൊക്കെ സങ്കടം കൊണ്ട് എഴുതുന്നതാ, അല്ലാതെ എൻ്റെ ഭർത്താവ് മോശമക്കാരനാണെന്ന് അറിയിക്കാൻ വേണ്ടിയല്ല, സങ്കടം കൊണ്ട് എഴുതുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ സങ്കടപ്പെടുന്നു ഉമ്മ, നിങ്ങളുടെ പ്രശ്നം മാറാൻ, ആ സങ്കടം മാറാൻ നിങ്ങൾക്ക് പറയണം ഏത്? 101 പ്രാവശ്യമോ 201 പ്രാവശ്യമോ 301 പ്രാവശ്യമോ നിങ്ങൾക്ക് പറയാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ പറയുന്ന ഇസ്മ, അത് നിങ്ങൾ 301, 201, 101 പ്രാവശ്യം പറഞ്ഞ് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് അറിയാതെ നിങ്ങൾക്ക് ആ വെള്ളം ഒന്ന് കൊടുക്കാം, മന്ത്രിച്ച വെള്ളം കൊടുക്കാം. ഏതാണ് ആ ഇസ്മ? യാ ഹാദി യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ്. സന്മാർഗത്തിലാക്കുന്നവനെ, സന്മാർഗത്തിലായവനെ, സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനെ എന്നർത്ഥം വരുന്ന യാ ഹാദി യാ അല്ലാഹ് എന്ന ഇസ്മ ഇൻഷാ അല്ലാഹ് നമ്മൾ തേനിൽ മന്ത്രിച്ച് കൊടുത്താലും മതി. തേനിൽ മന്ത്രിച്ച്, ഇപ്പോൾ മക്കളുടെ സ്വഭാവം നന്നാവാൻ മക്കൾക്ക്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ഭർത്താവിന്, തേനിൽ അല്പം എടുത്ത് ഈ ഒരു ഇസ്മ പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക. എന്നിട്ട് ചായയിൽ വേണമെങ്കിൽ ഒരല്പം, ഒന്നും കുറേ ഇടാനല്ല, ഒരല്പം പഞ്ചസാര ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരല്പം, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരല്പം, കറി ഉണ്ടാക്കുമ്പോൾ ഒരല്പം, ഒരു ഇച്ചിരി തേൻ ഒഴിച്ചാൽ ഇൻഷാ അല്ലാഹ്. വെറുതെ നമ്മൾ ഇച്ചിരി തേൻ കുടിച്ചെന്ന് പറഞ്ഞു കൊടുത്താൽ എന്തിനാണ് തേൻ എന്ന് പറഞ്ഞ് പിന്നെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അവരറിയാതെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ കലക്കിയിട്ട് തേൻ, അല്പം തേൻ, നമ്മൾ മന്ത്രിച്ച തേൻ ഇൻഷാ അല്ലാഹ് കൊടുത്തു നോക്കൻ. അല്ലാഹു തആല എല്ലാ വിധത്തിലുള്ള ഖൈറും തരും ഇൻഷാ അല്ലാഹ്. യാ ഹാദി യാ അല്ലാഹ്. ഇനി നാലാമത്തെ ഇസ്മ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ക്യാൻസർ, മറ്റു രോഗങ്ങൾ, മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, രഹസ്യമായ രോഗങ്ങൾ, ഗർഭാശയത്തിൽ മുഴ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലായ ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. വെറും വയറ്റിൽ 33 തവണ രോഗമുള്ളവരെ വെറും വയറ്റിൽ 33 പ്രാവശ്യം ഈ ഒരു ഇസ്മ പറഞ്ഞിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചത് നിങ്ങൾ കുടിക്കിൻ. നിങ്ങൾ പരമാവധി എല്ലാ ദിവസവും ഇത് ചെയ്യാൻ നോക്കിൻ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റിത്തരും.
ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട്. ഏതാണ് ആ ഇസ്മ? യാ ഖാദിറു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്. കഴിവുള്ളവനെ അല്ലാഹുവേ, കഴിവുള്ളവനെ ഈ രോഗം മാറ്റിത്തരാൻ നിനക്ക് കഴിവുണ്ട് അല്ലാ. കഴിവുള്ളവനെ എൻ്റെ ഈ രോഗം നീ മാറ്റിത്തരണേ അല്ലാ. യാ ഖാദിറു യാ അല്ലാഹ്. ഇനിയോ അഞ്ചാമത്തെ ഇസ്മ നമ്മൾ പറയുന്നത് ഒരിക്കലും നടക്കൂല എന്ന് കരുതിയ കാര്യമുണ്ട്. ആഗ്രഹങ്ങൾ പൂർത്തിയാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. നല്ല വീട് വേണം, നല്ല വാഹനം, നല്ല ജോലി, നല്ല സന്താനം, നല്ല സമ്പത്ത്, അങ്ങനെ ആഗ്രഹിക്കുന്നു. എല്ലാം ഖൈറായി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഖിബിലയിലേക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് നിങ്ങൾ പറഞ്ഞോ, ഏതാണ് ആ ഇസ്മ? യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ. എത്ര നമുക്ക് പറയാൻ പറ്റുമോ അത്ര പറഞ്ഞോ. 100-ൽ കൂടുതൽ പറയാൻ പറ്റിയാൽ ഖൈർ. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. 7 ദിവസം തുടർച്ചയായി പറയും. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു താല മാറ്റിത്തരും. ഇത് ഈ ഇസ്മൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കണം കേട്ടോ. വെറുതെ ഇസ്മ പറഞ്ഞു പോവലല്ല, ഈ ഇസ്മകൾ പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കണം. അള്ളാഹുവേ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ പ്രശ്നം മാറ്റണം, എൻ്റെ സങ്കടം മാറ്റണം, എൻ്റെ ആഗ്രഹം സഫലീകരിക്കണം എന്നൊക്കെ നമ്മൾ പറയണം. 5-ാമത്തെ ഇസ്മ പറഞ്ഞു. ഇനി 6-ാമത്തെ ഇസ്മ. കുന്നോളം കടമുണ്ട് ഉസ്താദേ. മകളുടെ കല്യാണം കഴിഞ്ഞു, പിന്നെ ഒരുപാട് കടമാണ്, കച്ചവടത്തിൽ നഷ്ടമാണ്, കടം കൊടുത്തിട്ടുണ്ട്, തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ്, രോഗങ്ങളാണ്, ശാരീരികമായ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞവർ, അവർക്ക് ഈ മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, 7 ദിവസം തുടർച്ചയായി 100 തവണ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പറയണം. എന്ത്? അസ്മാ ഉൽ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ 99 പേരിലെ 13-ാമത്തെ പേരാകുന്ന യാ ബാരി യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്. ശമനം നൽകുന്നവനേ അല്ലാഹുവേ. അത് പറഞ്ഞിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക? പ്രത്യേകം ദുആരക്കുക. 7 ദിവസം തുടർച്ചയായി 100 തവണ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇത് പറഞ്ഞിട്ട് യാ ബാരിഉ യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ് എന്ന് പറഞ്ഞ് 100 വട്ടം പറഞ്ഞ് നമ്മൾ ദുആരക്കുക. ഇനിയോ നമ്മൾ ഏറ്റവും അവസാനമായി പറയുന്ന ഇസ്മ, 7-ാമത്തെ ഇസ്മ, അതായത് വിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ 49-ാമത്തെ അള്ളാഹുവിൻ്റെ പേര്. തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ, നന്മകൾ ഒരുപാട് ജീവിതത്തിൽ ചെയ്യാൻ, മാറാരോഗങ്ങൾ മാറാൻ, വെള്ളപ്പാണ്ട്, കുഷ്ഠം പോലെ, സോറിയാസിസ് അല്ലേ, ചൊറിയുന്ന രോഗം, അതുപോലെ പൈശാചികമായ ഉപദ്രവം, സ്വഭാവം നന്നാവണം, അതിനൊക്കെയായി മൊത്തം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വലിയ ബറക്കത്തുണ്ടാവണം. എല്ലാ ദിവസവും 101 പ്രാവശ്യം വീതം നമുക്ക് പറയാൻ പറ്റിയാൽ ഖൈറാണ്. ഏത് ഇസ്മ? യാ മജീദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്. വളർമയുടയവനേ അല്ലാഹുവേ, കച്ചവടത്തിൽ വളർമ തരണേ അല്ലാഹ്, മക്കളിൽ ഖൈർ തരണേ അല്ലാഹ് എന്ന നല്ല മനസ്സോടുകൂടി യാ മജീദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ് എന്ന് നമ്മൾ ദുആരക്കുക. ഈ ഇസ്മ പറഞ്ഞിട്ട് ദുആരക്കുക 101 പ്രാവശ്യം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ 99 പേരുകൾ, ആ 99 പേരിൽ നിന്നും വളരെ പ്രാധാന്യമുള്ള 7 ഇസ്മുകളാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞതും പറയാത്തതുമായ നിരവധി നേട്ടങ്ങൾ ഇനിയുമുണ്ട് പറയാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മുകളൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതം വലിയ ധന്യമാക്കാൻ, എല്ലാവിധ ഖൈറിലും ബറക്കത്തിലും ആവാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരുമാറാവട്ടെ. പിന്നെ അസ്മാഉൽ ഹുസ്ന അറിയാവുന്ന എല്ലാവരും എല്ലാ ദിവസവും ഓതുക. അത് വലിയൊരു ഖൈറാണ്. പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷമോ എപ്പോഴാണോ നമുക്ക് സൗകര്യമുള്ളത് ആ ഒരു സമയത്ത് അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും 1 പ്രാവശ്യമെങ്കിലും മൊത്തം പറയൽ വളരെ പുണ്യമുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമുക്ക് എല്ലാവിധ ഖൈറും സലാമത്തും ബറക്കത്തും റാഹത്തും ഇസ്സത്തും ജീവിതത്തിൽ ഏറ്റവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി പേരുണ്ട്. അവരുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കട്ടെ. വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റിക്കൊടുക്കട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാ തെറ്റുകളും പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.